अकेली हूँ सर। अधिक അടുത്തേക്ക് വരണ്ടാന്ന് കുറച്ചുകൂടെ മാറി. मुझे इधर किसी को नहीं मालूम, मुझे प्लीज बचा लीजिए सर। हिंदी मुझे यहाँ पर क्या हो रहा है कुछ नहीं मालूम। मुझे पता नहीं ये जगह कौन सा है और यहाँ क्या हो रहा है मुझे पता नहीं। तुम्हारा हाँ तुम्हारा नाम എന്താ क्या है? चांदनी। चांदनी चांदनी നല്ല പേരാ. അച്ഛാ അർദ്ധരാത്രിക്ക് ഈ ബാഗും കൊണ്ട് വഴിയിൽ എങ്ങോട്ട് പോയതാ മനസ്സിലായില്ലേ? ഇത് ഹിന്ദി ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും? ഏയ് ഹിന്ദി എനിക്കറിയില്ല. സാറ് ബോംബെയിലൊക്കെ പോയതല്ലേ? അത് ഞാൻ ഫാമിലി ആയിട്ട് ടൂർ പോയതല്ലേ. മേയോ ഏ മേരാ ദോ ദോ ദോന്ന് കൊടുക്കാൻ ഫോൺ കൊടുക്കാൻ. അമർ ദേ ദോ ലड़की യു ഫോൺ ഐഫോൺ ഈ കൊച്ചിന് ഐഫോണൊക്കെ അത്ര നല്ല പരിപാടിയൊന്നും അല്ല. 1.5 ലക്ഷം രൂപ വില വരുന്ന സാധനമാണ്. സാറ് നിങ്ങൾ വന്നേ ഇങ്ങ വന്നേ. സാറേ ഈ ഐഫോൺ അവളുടെ അല്ല. സാംസങ് ആണോ? ഐഫോണോ? അല്ല ഐഫോൺ അവളുടെ അല്ലെങ്കിൽ അവളുടെ ഫോൺ സാംസങ് ആവാലോ. അതിന് എടാ ഒരു കേസ് ആവുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും അന്വേഷിക്കണം. സ്വാമി ശരണം സംശയമാണോ? ഇൻവെസ്റ്റിഗേഷൻ വേറൊരു ലെവലിൽ പോകണം. ഉദർക്കാ ബൈട്ടോ. എന്നാ കേസ്? വീട്ടിലോട്ട് കല്ലെറിഞ്ഞാ. നീ വീട്ടിൽ കയറി കല്ലറേ നീ? പുള്ളിയുടെ വീട്ടിലേക്ക് കല്ലെറിഞ്ഞേ. ആ തൊത്തോളുണ്ടല്ലോ. ഒപ്പിച്ചതാ. हंसते गाते तेरा तो नहीं. तुम कहाँ हो? मैं यहाँ हूँ. हेलो. ഇവിടെ ബേട്ടാ. कौन कौन क्या? മലയാളിയാ? മലയാളിയാണോ? ആ ആ. ഇതാരുടെ ഫോണാ? ഇത് എൻ്റെ ഫോണാ. ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു? സാറേ ഇത് ഞാൻ കൊച്ചിന് കൊടുത്തതാ. അപ്പൊ കൊച്ചകത്തിരിക്കുന്ന കാര്യം മോൻ അറിയാം. ഉം. ഈ പാതിരാത്രിക്ക് ആ പെങ്കൊച്ചിനെ കൊണ്ട് എവിടെ പോകാൻ നോക്കിയതാ? സാറേ ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിച്ചിട്ട് ആർക്ക് കൊണ്ട് വിൽക്കാൻ? സാറേ വിൽക്കാനോ? ആ വിൽക്കാൻ? നീയും കൂട്ടുകാരും ഒക്കെ കൂടെ ആ പെങ്കൊച്ചിനെ എവിടെ വിളിച്ചു കയറ്റി ഉപദ്രവിക്കാൻ നോക്കി. ഉപദ്രവിക്കുന്നതിനിടെ നീ അത്ര ശരിയല്ലെന്ന് മനസ്സിലായിട്ട് നിന്റെ വണ്ടിക്കകത്ത് രക്ഷപ്പെട്ട് ഓടുന്ന വഴിയാണ് ഞങ്ങളുടെ കിട്ടിയെന്നാണല്ലോ ആ കൊച്ചു പറഞ്ഞത്. സാറേ അങ്ങനെയൊന്നും അല്ല സാറേ. അല്ലേ? അല്ല അല്ല സാറേ. ഇങ്ങൊന്നേ മോനെ, സംഭവം എന്നാന്ന് നീ സത്യം പറഞ്ഞു. സാറേ ഇന്നെൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി ആയിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. ആ കൺഗ്രാലേഷൻസ്. താങ്ക് യു. ഇന്നലെ 2 കൂട്ടുകാർ വന്നപ്പോൾ അവന്മാരിറക്കിയതായി 2 പെമ്പിള്ളേരെ. അപ്പോൾ അതിലൊരുത്തരെ വിഷമം പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞപ്പോൾ ഞാനാകെ രക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ അവളുടെ ഒരു മാമ ബംഗാളിലുണ്ട്. അപ്പോൾ അവളോട് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല സാറേ ഇത്രയും സമയമായിട്ട്. ഈ പെങ്കൊച്ച് പറഞ്ഞ കഥയായിട്ട് നീ പറഞ്ഞ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മാമ എവിടെ ഉണ്ടെന്ന്? ബംഗാള്. ഈ മാമയായിട്ടാണ് ഞാൻ ഫോൺ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാമ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കാണാനില്ല, ആരാണ്ടൊക്കെ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കേസായ മോനെ അതാ വഴി അങ്ങ് വലിയ പ്രശ്നത്തിലോട്ട് പോകും. അപ്പം നമുക്കിപ്പോൾ ഇതെങ്ങനെയാ ഫോർവേഡ് ചെയ്യണോ അതോ ഒന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ നോക്കണോ? സാറേ നമുക്കിത് സംസാരിച്ച് തീർപ്പാക്കാം. തീർക്കുമല്ലേ? അത് ഞാൻ മാമനോട് സംസാരിച്ചു. അപ്പം മാമ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
5 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഒതുക്കി തീർത്തരാന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം ഒന്നും കാണൂല സാറേ എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞ പുള്ളിയോട് പിള്ളേരെ ചിലപ്പോൾ അത്രയും കാശൊന്നും ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 3 രൂപ എടുക്കാൻ പറ്റുമോ? 3 ഒന്നും ഉണ്ടാവില്ല സാറേ. മോനൊരു 10-12 വർഷം അകത്ത് എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സാറേ 3 രൂപയിൽ ഒതുങ്ങുവാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാം. ആ ബുദ്ധിയാ, നമുക്ക് ചെയ്യാം. ഞാൻ സംസാരിക്കാം. മോൻ്റെ കൂട്ടത്തിൽ 2-3 പിള്ളേരും കൂടെ ഉണ്ടെന്ന് ഇപ്പം മോൻ പറഞ്ഞില്ലേ? അവരൊക്കെ ഇങ്ങ് വിളിച്ചു കേട്ടോ. എല്ലാവരെയും വിളിച്ചെന്ന് പറ. ഓക്കെ, ചിന്തിച്ചേക്കല്ല ചെല്ല്. 12 വർഷം